ഹലോ വെൽക്കം ബാക്ക് ടു ഓസി ടോക്കീസ്. സോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് മോൾഡീവ്സിൻ്റെ. സോ നമുക്ക് അതൊന്ന് എത്തിയിട്ട് കാണാം. അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓസിക്ക് ഇൻട്രസ്റ്റേ ഇല്ല വരാൻ, പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഷെഫ് മീനമ്മ അതും വെറും കൈയോടെയല്ല വന്നത്, കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നത്. പക്ഷേ കറക്റ്റ് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇളി മുറുക്ക കൊണ്ടെന്ന് എനിക്കറിയാം. മുറുക്ക് ഞാൻ കുറേ ചോദിച്ചു, അങ്ങനെ കിട്ടി. മുറുക്ക് കഴിക്കാൻ പുതിയതായിട്ട് വയ്യായിരുന്നു. അശ്വിൻ എന്തൊക്കെ ഉണ്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും പ്ലീസ്. അശ്വിൻ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും പ്ലീസ്. കൃഷ്ണകുമാർ കുടുംബത്തിലെ രണ്ടാമത്തെ പെൺതരി ദിയ കൃഷ്ണ അഥവാ ഓസി ടോക്കീസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥ ദിയക്കുട്ടി. കുട്ടിയുടെ പഴയ കുറച്ച് വീഡിയോകൾ ഞാനൊന്ന് കുത്തിപ്പൊക്കുക കേട്ടോ. കാരണം മോളുടെ കള്ളത്തരം നാട്ടുകാർക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടായോ, അതുകൊണ്ടാ. മാമനോടൊന്നും തോന്നല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചില ആൾക്കാരുടെ കമൻറ്റ് ഞാൻ കണ്ടു, നീ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താണ് ഞങ്ങൾക്ക് റിപ്ലൈ തരാത്തതെന്ന്. 10, 400, 500 കമൻറ്റുകളൊക്കെയാണ് വരുന്നത്. എല്ലാത്തിനും എങ്ങനെ കുത്തിയിരുന്ന് ഞാൻ റിപ്ലൈ ചെയ്യും? ലൈക്ക് ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക എല്ലാത്തിനും, കൂടാതെ എല്ലാ കമൻസും വായിക്കുന്നുമുണ്ടേ. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുതേ, നിങ്ങളെ ഞാൻ തീരെ മൈൻഡ് ചെയ്യാന്നില്ല എന്ന്. നിങ്ങളെ എല്ലാവരെയും ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുണ്ടെങ്കിലേ ഞാനുള്ളൂ. അത് എന്നെക്കാട്ടും നന്നായിട്ട് അറിയാവുന്നവരാണ് നിങ്ങളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി കഥ പറയാതെ കാര്യത്തിലേക്ക് പോവാം. ദിയ കൃഷ്ണ കുറച്ച് ദിവസമായിട്ട് ചേച്ചിയും അനിയത്തിയും ഇങ്ങനെ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുക. അറിയാലോ, കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി. ദിയ കൃഷ്ണ അനിയത്തി മറ്റെന്താണ് ഹൻസികയുടെ കഴിഞ്ഞപ്പോൾ ഇപ്പം ദിയ കയറി. ഹൻസികയൊക്കെ കൊണ്ട് മാറി നിൽക്ക്, ഞാനാണ് മെയിനായിട്ട് ഇവിടെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത്, ഞാൻ തന്നെ ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞാണ് ദിയക്കുട്ടി ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഓൾറെഡി നമ്മൾ ദിയയുടെ പുതിയ പരിപാടി പറഞ്ഞതാടേ. ഈ അമ്മായിയമ്മ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകളെ, മൂത്ത കുറച്ച് പ്രായമുള്ള ആളുകളെ ഒന്നും അമ്മ എന്നൊന്നും വിളിക്കാൻ ഓസിക്ക് പറ്റത്തില്ല. ഓസി അതിൻ്റെ റീസൺ പറയുന്നുണ്ട്. ഓക്കെ, ഓസിയുടെ പേഴ്സ്പെക്റ്റീവ് നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്ത്. പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് ഭർത്താവിൻ്റെ അമ്മയെന്നാണ് ആൻറ്റി എന്നേ വിളിക്കൂ, ഭർത്താവിൻ്റെ അത്തനെ എന്നാണ് അങ്കിളെന്നേ വിളിക്കൂ എന്നൊക്കെ പറയുന്ന കുട്ടി ഇതിന് മുമ്പ്, കല്യാണത്തിനൊക്കെ മുമ്പും കല്യാണത്തിന് ശേഷവും ആ സ്ത്രീയെ അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നത് മാത്രമല്ല, എഴുതി വരെ ഇട്ടിട്ടുണ്ട്. ഒരുപാടുണ്ട് വീഡിയോകൾ കാണിക്കാനായിട്ട്. അതിലേക്കൊക്കെ പോകാം. അതിന് മുമ്പ് ഈ മിനിഞ്ഞാന്നല്ലെന്ന് തോന്നുന്നു, ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് കുട്ടി, ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് മാൽദീവ്സിൽ കറങ്ങുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പഴയതുപോലെ റീച്ചൊന്നും ഇല്ല കേട്ടോ. ഇട്ടാ ഉടനെ കൊച്ചിനെ നാട്ടുകാർക്ക് വെറുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ദിയമോളെ നിന്റെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ ആയിരിക്കും അത്. അപ്പോൾ എന്താണെങ്കിലും അതിനു മുമ്പ് ഈ കുട്ടി അമ്മ എന്ന വാക്കിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കാണിച്ചതാണ്. എന്നാലും ഇപ്പോൾ ഈ വീഡിയോയിൽ വേറെ പഴയ കാര്യങ്ങൾ ഞാൻ കുത്തിപ്പൊക്കുന്നതുകൊണ്ട് തന്നെ ഈ സാധനം നിങ്ങൾ ആദ്യമേ കണ്ടിരിക്കണം. കുറച്ചേ ഉള്ളൂ, പെട്ടെന്നൊന്ന് കണ്ടു. അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. മതി കൂടുതൽ നിങ്ങൾ കേൾക്കണ്ട, നിങ്ങളിത് കേട്ടതാണല്ലോ. അപ്പൊ അശ്വിന്റെ അച്ഛൻ എന്താണ് ഗണേശും അശ്വിൻ്റെ അമ്മ മീനാക്ഷിയും എന്നാണ് കുട്ടി ഇപ്പോൾ പറയുന്നത്. അശ്വിൻ്റെ അമ്മ മീനമ്മ, അശ്വിൻ്റെ അച്ഛൻ ഗണേശൻ അച്ഛൻ എന്ന് പറയാൻ എന്താ മോളെ ഇച്ചിരി ബുദ്ധിമുട്ട്? അല്ല, നേരത്തെ അങ്ങനെയൊക്കെ പറയുമായിരുന്നല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ട് മോളുടെ വീഡിയോയിൽ നിന്ന് തന്നെ. ഇനി അതൊക്കെയാണ് കാണിക്കാൻ പോകുന്നതേ. ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്നറിയോ? ആൾക്കാരൊന്നും ഈ കുട്ടിയോട് ഒന്നും ചോദിക്കാൻ പാടില്ല. ഈ കുട്ടിയുടെ വീഡിയോകൾ നമ്മൾ അതേപോലെ കാണുക, കൈയടിക്കുക, മോളെ നീ സൂപ്പറാടി എന്ന് പറഞ്ഞിട്ട് പോവുക. ഇതാണ് ഈ കുട്ടിയുടെ ഒരു മൈൻഡിലിരിക്കുന്ന കാര്യം. അങ്ങനെ പറയാവൂ, അല്ലാതെ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കരുത്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ശരി, കൊച്ചിന് പുച്ഛവാ. റോട്ടിൽ കൂടെ കാണുന്നവരെയൊക്കെ നിങ്ങളങ്ങ് വിളിച്ചോ, നിങ്ങൾക്ക് വീട്ടിൽ ആരും ഇല്ലെങ്കിൽ. ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? വേറെ ആരെങ്കിലും പോയി വിളിച്ചോ. ഒരു നിങ്ങളുടെ വീഡിയോകൾ കാണുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും.
അവരോട് ഇച്ചിരി മാന്യത കീപ്പ് ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ എല്ലാവരോടും ഒന്നും കീപ്പ് ചെയ്യണ്ട. മനസ്സിലായോ മോളെ? നീ ആ പയ്യന്റെ വീട്ടിൽ നിൽക്കാതെ സ്വന്തമായിട്ട് ഫ്ലാറ്റ് എടുത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ, വളരെ വളരെ നല്ലതാ. കാരണം ചില സാധനങ്ങളൊക്കെ ചില വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ വീട് മുച്ചോണ്ട് മുടിയും. ഇതിന്റെ കാര്യത്തിൽ ഏതാണ്ട് എനിക്ക് അതാ തോന്നുന്നത്. ഇനി പഴയ വീഡിയോ ഓരോന്നായിട്ട് നമുക്ക് കുത്തിപ്പൊക്കണ്ടേ? ഫസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടോ, കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ, കണ്ടോ. എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വേർ ഇസ് അശ്വിൻസ് മമ്മി, മീനമ്മ എവിടെ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഇതുവഴി വരാൻ ഒരു പ്ലാൻ ഉണ്ട്. വി തോട്ട് വിൽ കം ഹിയർ. അപ്പോൾ തന്നെ പുള്ളിക്കാരി പറഞ്ഞു തക്കാളി തൊക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാൻ പ്ലാൻ ആണെന്ന് പറഞ്ഞു. പാവം അമ്മ തക്കാളി തൊക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന്. അല്ല, ഇപ്പൊ മീനമ്മ എന്നല്ലേ ഈ കൊച്ചു പറഞ്ഞത്? ആൾക്കാരൊക്കെ ചോദിക്കുന്നു മീനമ്മ എവിടെയെന്ന്. അല്ല, അമ്മ എന്ന് മറ്റേ മുതിരൻകുഴി വീടാ, ഏതോ ഒരു വീട്ടിലിരിക്കുന്ന ആളെ അല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞേ. അപ്പൊ പിന്നെന്തിനാ മീൻ അമ്മ എന്ന് പറഞ്ഞത്? പറയണ്ടായിരുന്നല്ലോ. നാട്ടുകാരൊക്കെ ചോദിക്കുന്നു അശ്വിൻ്റെ അമ്മ എവിടെ, അശ്വിൻ്റെ അമ്മ എവിടെ, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. മീനമ്മ എവിടെ, മീനമ്മ എവിടെ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വിളിക്കാൻ പാടല്ലേ? മറ്റേ സിന്ധു ചേച്ചിയെ മാത്രമല്ലേ അമ്മ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെന്തിനാ പണ്ടിങ്ങനെ വിളിച്ചത്? അല്ല, ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ അല്ലേ, അറ്റ്ലീസ്റ്റ് മാന്യമായിട്ട്. നമ്മളിവിടെ നിങ്ങളെ മറ്റേ തെറി പറയുകയോ മോശം വാക്കുകൊണ്ട് അങ്ങോട്ട് വലിച്ചു കീറുകയോ ഒന്നും അല്ല, മാന്യമായിട്ടുള്ള കാര്യം ചോദിക്കുവാണേ. അല്ല, ഇതിനു ഇനി നമ്മുടെയൊക്കെ വീട്ടിലോട്ട് പോലീസുകാരെ വിടുവോ? ഇത് പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഈ പോലീസുകാരെ വീട്ടിലേക്ക് വിളിക്കുന്ന പരിപാടി, വിടുന്നതുകൊണ്ടുള്ള പരിപാടി ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ആർക്കും ഇതൊന്നും എടുത്ത് റിയാക്ട് ചെയ്യാൻ വയ്യ. അധികം ആൾക്കാരൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ലേ. പേടിയാ, പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം വലിയ വലിയ പിടിപാടുള്ള ടീമുകളാണല്ലോ, അവർക്കെതിരെ നമുക്കൊന്നും മിണ്ടാൻ പാടില്ലല്ലോ. മറ്റേ ഹോൾഡ് ഉണ്ടെങ്കിൽ അങ്ങ് നമ്മളെയൊക്കെ തീർത്ത് കളയാമെന്നുള്ളൊരു സെറ്റപ്പാണല്ലോ. അല്ല, അത് ഇവിടെ വേവത്തില്ല കേട്ടോ, അടിച്ചു തരും നല്ല കാലത്തിൽ. ഇനി വേറൊരു വീഡിയോ കണ്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഉറക്കത്തിന് എണീച്ചതേ ഉള്ളൂ, ചെറിയ ഹെഡേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഷെഫ് മീനമ്മ. അതും വെറും കൈയോടെയല്ല വന്നത്, കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ കറക്റ്റ് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇഡലി മുറുക്ക കൊണ്ടെന്ന് എനിക്കറിയാം. മുറുക്ക് ഞാൻ കുറേ ചോദിച്ചു, അങ്ങനെ കിട്ടി. മുറുക്ക് കഴിക്കാൻ പുതിയതായിട്ട് വയ്യായിരുന്നു. അശ്വിൻ എന്തൊക്കെ ഉണ്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും പ്ലീസ്. അശ്വിൻ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കൂ പ്ലീസ്. വേലക്കാരനാണ് നീ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് എനിക്ക് പലതവണ ഇവരുടെ വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അവനെ കൊണ്ട് കൊള്ളൂലടേ, ഒരടിമ. എനിക്കങ്ങനെയാണ് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. ഒന്നും മിണ്ടാതെ ഉരിയാടാതെ കൊച്ചിനെ പിടിച്ചോണ്ട് കാറിൻ്റെ ബാക്കിൽ ഇരുന്ന് പോകുന്ന ഒരടിമ. എനിക്കങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് സീരിയസ്ലി. എന്താണെന്നറിയത്തില്ല, ഈ പെൺകുട്ടിയുടെ ബിഹേവിയർ ഇങ്ങനെ കാണുന്നതുകൊണ്ടായിരിക്കാം. എന്തോ ഞാനാണ് എല്ലാം തികഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുള്ളത്. ഇപ്പൊ തന്നെ മോളെ നീ മീനമ്മ എന്നല്ലേ വിളിച്ചത്? ഷെഫ് മീനമ്മ, ഷെഫ് മീന ആൻറ്റി വന്നിട്ടുണ്ട് എന്നെന്തായിരുന്നു പറയാഞ്ഞത്? അമ്മന്ന് വിളിക്കാൻ പാടല്ലേ? അയ്യോ, അമ്മന്ന് വിളിക്കാൻ മറ്റേ അവിടെ ഇരിക്കുന്ന ആളെ മാത്രമല്ലേ പറ്റൂ, വേറെ ആരെയും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അശ്വിനാണെങ്കിലും എൻ്റെ അച്ഛനെ അമ്മയെ അങ്കിളെന്ന് വിളിച്ചാൽ മതി, അങ്കിളെന്ന് അവൻ വിളിക്കുന്നത്. നീ അമ്മ എന്നെങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനോട് ചോദിക്കും, നിനക്ക് വട്ടാണോടാ എന്ന്. മറ്റേ വീഡിയോയിൽ വേറെയും കുറെ കാര്യം പറയുന്നുണ്ട്, കുട്ടിയെ പോലും ഞാൻ എന്നെ മാത്രമേ വിളിപ്പിക്കത്തുള്ളൂ അമ്മ എന്ന്. അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അവരെന്ത് വിളിക്കണം. അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ, അവൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയെ അവൻ അമ്മ എന്ന് വിളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അവൻ വിളിക്കേണ്ടത് അവൻ്റെ ഇഷ്ടമാണ്. അതിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുക മിസ് ദിയ മാഡം, മനസ്സിലായോ? നിങ്ങളുടെ അശ്വിനാണെങ്കിലും നിങ്ങളുടെ അച്ഛനെ അമ്മ ആൻറ്റി എന്നായിരിക്കും വിളിക്കുന്നത്. നാളെ അവന് അച്ഛൻ അമ്മ ആൻറ്റി അങ്കിൾ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും. നാളെ അമ്മ അച്ഛൻ എന്ന് വിളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ വട്ടാണോ എന്ന് അവനോട് ചോദിക്കേണ്ട കാര്യം എന്താ? അത് അവൻ്റെ ഇഷ്ടമാണ്. ചേച്ചിയുടെ ഈ ധാർഷ്ട്യം, ഞാൻ പറയുന്നതാണ് എല്ലാം ശരി, ആ സാധനം അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ മെല്ലെ 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 വ്യൂസ് ഒക്കെ കുറയും, നാട്ടുകാർക്ക് മനസ്സിലാവും ഇതിന് യാതൊരു വിവരവും ഇല്ല, ഇതിൻ്റെ കാണണ്ട എന്നുള്ളൊരു സാധനം നാട്ടുകാർക്ക് കിട്ടും. ഇല്ലേ പ്രിയപ്പെട്ടവരെ? കിട്ടത്തില്ലേ നിങ്ങൾക്കൊക്കെ? പിന്നെ കാണാൻ പോവോ ഇതിൻ്റെയൊക്കെ ഈ തോന്നിവാസം? ബാക്കി കുറച്ചും കൂടെ കാണാം. തേങ്ങാപ്പാലിട്ട മുറുക്ക്. ഓ, ഇനി ഇത് ഉണ്ടാക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ടോ മിക്കവാറും. എന്താണ് ഇത്? ഇതുവരെ സെയിൽ തുടങ്ങിയിട്ടില്ല. ഇല്ല, സെയിൽ ചെയ്യുന്നുണ്ടോ? നല്ല ചൂട് ഇഡലി, അമ്മ. ഇത് തക്കാളി വെങ്കായം ഇട്ട കുഴമ്പ്. ഇത് നമ്മുടെ ദോശപ്പൊടിയാണ്, നല്ലെണ്ണ ആയിരിക്കും. നല്ല ദോശപ്പൊടി. ഇനി അതും കൂടെ എടുക്കണം. കണ്ണിമാങ്ങ അച്ചാറില്ലേ അത്? ഒരു രക്ഷയില്ല.
ഇതെങ്ങനെയാണ് ആൾക്കാർ കൊടുക്കുന്നത്? ആണോ? ആ, അപ്പോൾ ഇത് കുറച്ച് നാളാവും മാർക്കറ്റിൽ വരെ. കല്യാണം കഴിഞ്ഞ് ഇപ്പോഴും അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന കഴിക്കാനുള്ള ഭാഗ്യം, അത് വേറൊരു വലിയ ഭാഗ്യം തന്നെ കേട്ടാ. പക്ഷെ അതുപോലെ തന്നെ ഒരു ഭാഗ്യക്കേട് നിനക്ക് ഉണ്ട് മോനെ. ഭാര്യ ഉണ്ടാക്കുന്നത് വല്ലതും കഴിക്കാൻ പറ്റുമോ ഏതെങ്കിലും കാലത്ത് നിനക്ക്? അതിനുള്ളൊരു ഭാഗ്യം നിനക്ക് ഉണ്ടാവുമോ? അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഈ മാഗിയൊക്കെ ഉണ്ടാക്കി എത്ര കാലം തിന്ന് ജീവിക്കൂടെ? ബാക്കി അതൊരു കാത്തിരിക്കാം. അശ്വിൻ എന്തുണ്ടെന്നാ പറഞ്ഞേ? തക്കാളിയും ടൊമാറ്റോ ഇട്ട് ഉള്ള ഒരു കുഴമ്പ്. അത് ഇഡലിയോ? നമ്മുടെ തുണി വിരിച്ചിട്ടേക്കുന്നത് മാത്രം ആരും മൈൻഡ് ചെയ്യണ്ട, അതെല്ലാം കൂടെ ആരും വായിക്കാൻ. എനിക്ക് മീൻകറി വരാതെ കഴിക്കാൻ വയ്യ. കുഴമ്പ് മൊത്തം എനിക്ക്. ഓ, എന്റെ സ്വിഗ്ഗി ഒന്ന് മേടിച്ചു തരുമോ? ചോദിച്ചു അങ്ങനെ കുളിപ്പിക്കാം ഈ ഇതിൽ വെച്ച്. മതി, കൂടുതലൊന്നും ഞാൻ കാണിക്കുന്നില്ല. കേട്ടല്ലോ തുടക്കത്തിൽ തന്നെ മീനമ്മ. ഇനി അതൊക്കെ തന്നെയാ വരുന്നത്. ഇനി അതൊക്കെ തന്നെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ലാസ്റ്റ് പറയുന്നത് കേട്ടോ, മീൻകറി വരാതെ തിന്നാൻ പറ്റത്തില്ല. ആ പാവം അമ്മ വീട്ടിൽ ഇതെല്ലാം കൂടെ പൊട്ടി മറ്റേ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നതാ മോക്കും മരുമോനും കഴിക്കാൻ. എന്നിട്ട് അത് 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 തികയത്തില്ല. എനിക്ക് മീൻകറി ഓർഡർ ചെയ്ത മീൻ കഴി വരണമേ, നാലത്തി നബാട്ടോ. എന്ത് കഷ്ടപ്പാടേ ഇതൊക്കെ. ഇങ്ങനെ ഉണ്ടല്ലോ അല്ലേ? അല്ല, പൈസ ഉള്ളതിൻ്റെ. പൈസ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. ആ അമ്മ രാവിലെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടിരുന്നിരുന്ന് തിന്നാനേ പറ്റുള്ളൂ. ഇത് പൈസ ഉണ്ട്. സി വാട്ട് എവർ അവരുടെ ഇഷ്ടം, അവരുടെ പേഴ്സണൽ ലൈഫ്, ദേ ക്യാൻ ഹാവ് വാട്ട് ദേ നീഡ്. പക്ഷേ മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതിനകത്തൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു പുച്ഛമുണ്ട്. ഒരു കൈൻഡ് ഓഫ് ചില ആൾക്കാർ നോക്കുമ്പോൾ ആ അമ്മ എന്തിനെ സ്വന്തം വേറെ മാറി താമസിക്കുക, അവിടെയും അവർ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടിരണം കഴിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം ഇത് പറയുന്നത് കേട്ടു, ബ്രേക്ക്ഫാസ്റ്റിന് അമ്മയോട് നന്ദി പറയുന്നു, എല്ലാ ദിവസവും രാവിലെ അവിടെ നിന്ന് എത്തിക്കുകയാണെന്ന്. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് നോക്കണം ഇവരുടെ ഈ വീഡിയോകളുടെയൊക്കെ. ഇപ്പോൾ ഒരുപാട് കമൻറ്റുകൾ, ഞാൻ 1-2 മാത്രം ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങളൊക്കെ പ്രായമായ സ്ത്രീകളെ അമ്മ എന്നാണ് വിളിക്കാറുള്ളത്. അമ്മായിയമ്മ വഴിയിൽ നിൽക്കുന്നത് പോലും ഇതെന്ത് സംസാരം. ഓക്കെ, അശ്വിൻ could have got a really good girl who respects his family, but he ran after Diya's money, so let him face the consequences. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്കത് തോന്നിയിട്ടുണ്ട്. ഒരു അടിമ. പിന്നെ അവനും നോക്കിയത് വേറെ കൂടുതലൊന്നും നോക്കി കാണത്തില്ല. അവൻ്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഇതുപോലെ വലിയ സെറ്റപ്പുള്ളൊരു കുടുംബം. ഓക്കെ, മിണ്ടാതെ കൊച്ചിനെ നോക്കി അങ്ങിരിക്കുക. ആ ഒരു മൂടിപ്പോയി കയറി കൊടുത്തു. അപ്പോൾ പിന്നെ അനുഭവിച്ചേ പറ്റുള്ളൂ. കൂടുതലൊന്നും ഒരു ബോസി ലേഡി ആയിരിക്കുമെന്ന് ദിയ കൃഷ്ണ. അതിൻ്റെ അടിമയായിട്ട് ഇരിക്കുക മോൻ. പിടികിട്ടിയോ? ആ പഴയ ചെറുക്കം പോകാനുള്ള കാരണം ഇനിയിപ്പോൾ ഓരോന്നായിട്ട് കുത്തിപ്പൊക്കി വരും. ഇതൊക്കെ കൊണ്ടായിരിക്കടേ, മനസ്സിലായോ? ഞാനാണ് എല്ലാ സെറ്റപ്പും എന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഇതുപോലുള്ള പാവം ആൾക്കാരാണ് നല്ലത്. കാലിൻ്റെ അടി കിടന്നോളും. അഞ്ജലിയുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, എന്നിട്ടും അവൾക്കൊരു റൂമാണോ കൊടുത്തത്? ഈ അഞ്ജലിക്കും ആസു പയ്യനും പാരൻസ് ഒന്നും ഇല്ലേ? എന്തൊക്കെ തോന്നിയാസമാണോ ദൈവമേ. അഞ്ജലിയാ? ഏത് അഞ്ജലി? എന്തൊക്കെയാണോ? ഓമി വലുതാകുമ്പോൾ ഓമിയുടെ വൈഫിൻ്റെ അമ്മയെ എന്ത് വിളിക്കും എന്നത് ഓമിയുടെ ചോയ്സാണ്. ദിയ ആ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. ദിയയ്ക്ക് ദിയയുടെ ഇഷ്ടങ്ങൾ ഉള്ളതുപോലെ തന്നെയാണ് ഓമിക്ക് അവൻ്റെ ഇഷ്ടങ്ങളും. റെസ്പെക്ട് പ്ലീസ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഈ വീഡിയോയിലും പറഞ്ഞതാണ്. എല്ലാവരും ഞാനങ്ങ് ഭരിക്കും. ഞാൻ പറയുന്നത് പോലെ എല്ലാവരും, എൻ്റെ മോനും എൻ്റെ ഭർത്താവും എല്ലാവരും ഞാൻ പറയുന്നത് പോലെ. ചേച്ചി, ഇത് എല്ലാ വീട്ടിലൊന്നും നടക്കത്തില്ല കേട്ടോ. ചേച്ചിയുടെ കുടുംബത്തിൽ ഇത് നടക്കുന്നത് പറഞ്ഞ് നടന്നാൽ പിന്നെ ഓക്കെ. ഇത് എല്ലായിടത്തും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആട്ട് കിട്ടും, മനസ്സിലായോ? നമ്മുടെ അടുക്കലൊക്കെ പ്രത്യേകിച്ച് നടക്കുന്ന കാര്യമല്ല. ഇനി ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് എന്നെ മാത്രം, ഞാൻ മാത്രം, എല്ലാം നിന്റെ മൊത്തത്തിൽ എൻ്റെ അവകാശം. കൊച്ചു വലുതാവട്ടെ, ഉറപ്പാ. ബോധമുള്ളൊരു കൊച്ചാണെങ്കിൽ നല്ല ആട്ട് കിട്ടും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.